എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വിജയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും. അതിന്റെ കാരണം എന്താ? കാരണം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ജനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വസിച്ചിരിക്കുന്നു എന്നതിന്റെ ഒന്നുകൂടി ഉത്തമ തെളിവായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. നമുക്കറിയാം, വരാൻ പോകുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2025 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സാമ്പിൾ ആയിട്ടാണ് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ടത്. ഭരണകക്ഷിയെ സംബന്ധിച്ച് അവര് ഏകപക്ഷീയമായി അവർ ജയിച്ച വാർഡുകളിലേക്ക് പദ്ധതികൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ അടുത്തായിട്ട് അവർ ജയിക്കാനുള്ള സംവിധാനത്തിൽ ഡീലിമിറ്റേഷൻ നമ്മൾ വാർഡ് വിഭജനത്തിനോട് ബന്ധപ്പെട്ട് വലിയ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിരവധി അഴിമതികളാണ് LDF ഭരണസമിതി കൊടുങ്ങല്ലൂർ നഗരസഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 41-ാം വാർഡ് BJP ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ചേച്ചി നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? ഗീതാറാണി. എത്ര വോട്ടിനാണ് ഇവിടെ വിജയിച്ചത്? 66. ഇപ്പോൾ ഇത്തവണ ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിനനുസരിച്ചുള്ള ഒരു ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? 66. ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ ഒരു വർഷം മാത്രമേ ഉള്ളൂ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എടുക്കാനായിട്ട്. അതിൽ BJPക്ക് ഇനിയും ഈ ഒരു സീറ്റ് നിലനിർത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലനിർത്താൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇനിയും വിജയ സാധ്യത. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് നമ്മള് ജയം ഉറപ്പാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ. നമുക്കറിയാം, വരാൻ പോകുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2025 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സാമ്പിൾ ആയിട്ടാണ് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ടത്. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം നഗരസഭയിൽ BJP ഭരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത്. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ LDFന്റെ ഭരണം തൂത്തുമാറ്റിക്കൊണ്ട് BJP ആയിരിക്കും ആ അധികാര സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുതന്ത്രങ്ങള് ഇപ്പോൾ വാർഡ് വിഭജനമായാലും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ പരാതികൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തെല്ലാം മാറ്റങ്ങൾ ഇത് നടത്തിയാലും, വാർഡുകളെ വെട്ടിമുറിച്ചാലും BJP ശക്തമായ നിലയ്ക്ക് ആ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് അടിത്തട്ടില് അത് പിടിച്ചിറക്കുമെന്നാണ് BJPക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വട്ടം BJP ഭരിക്കുമെന്ന് പ്രതീക്ഷിച്ച കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു കൊടുങ്ങല്ലൂർ. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ LDF ഭരിക്കുന്നത്. നിലവിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ LDFന്റെ ഭരണത്തെ സംബന്ധിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിഷയമായിരിക്കുമോ BJP ഏറ്റവും വലിയൊരു ആയുധമാക്കാൻ പോകുന്നത്? അത് തന്നെയാണ് കൊടുങ്ങല്ലൂർ ഭരണസമിതി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതിയുടെ പരാജയങ്ങൾ. നിരവധി ഫണ്ടുകളാണ് ഇവിടെ വകമാറ്റി ചെലവഴിക്കുന്നത്. ആ ചെലവഴിക്കുന്ന ഫണ്ടുകൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർ BJP പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങളും ജനങ്ങളുടെ തുറന്നു കാട്ടാനുള്ള സംരംഭം നമുക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഇവിടെ കേന്ദ്ര ഫണ്ടുകൾ വരുന്നത് വകമാറ്റുന്നു. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകളായാലും ഇവിടെ ഫണ്ടുകളെല്ലാം ലാപ്സാക്കി പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണസമിതിയായിട്ടുള്ള LDFന്റെ ചെയർപേഴ്സൺ നടത്തുന്നത്. അത് എന്തായാലും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അത് BJP അത് ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇനി പോകുന്നത്. ജനങ്ങളാണ് BJPയുടെ ഒരു വലിയ ശക്തിയാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുങ്ങി തുടങ്ങി, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രവർത്തന കാര്യങ്ങൾ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലർ ആണല്ലോ. CPM എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് CPM ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്, LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ. അവിടെ പ്രവർത്തനത്തിൽ ഏത് തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വിഷയമാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഭരണകക്ഷിയെ സംബന്ധിച്ച് അവർ ഏകപക്ഷീയമായി അവർ ജയിച്ച വാർഡുകളിലേക്ക് പദ്ധതികൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ അടുത്തായിട്ട് അവർ ജയിക്കാനുള്ള സംവിധാനത്തിൽ ഡീലിമിറ്റേഷൻ നമ്മൾ വാർഡ് വിഭജനത്തിനോട് ബന്ധപ്പെട്ട് വലിയ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിരവധി അഴിമതികളാണ് LDF ഭരണസമിതി കൊടുങ്ങല്ലൂർ നഗരസഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടി സഖാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ നിലനിർത്തുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഫണ്ടുകൾ അനധികൃതമായിട്ടുള്ള പല എഗ്രിമെന്റുകളിലൂടെ, പല കമ്പനികളുമായിട്ടുള്ള എഗ്രിമെന്റിലൂടെ ആ ഫണ്ട് അവർ സ്വരൂപിച്ചുകൊണ്ട് പാർട്ടിയുടെ കുട്ടി സഖാക്കളെ നിലനിർത്താനുള്ള ഒരു സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വാർഡ് വിഭജനത്തിൽ CPMന്റെ അനുകൂലമായിട്ടുള്ള ചില പ്രദേശങ്ങൾ BJP ജയിച്ചിരിക്കുന്ന വാർഡുകളോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണമാണല്ലോ BJP പ്രധാനമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് ഒരു തിരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടോ നിലവിലെ ഒരു അവസ്ഥയിൽ? നിലവിൽ തിരുത്താനുള്ള സംവിധാനങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ അത് എത്രത്തോളം അത് ഒരു ജനാധിപത്യ രീതിയിൽ അത് സംരക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.
അപ്പോ ഈ നില ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാർഡ് വിഭജനം വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ BJP പല ജയിച്ചിരിക്കുന്ന വാർഡുകളും പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടോ നിലവിൽ സാഹചര്യം? ഒരിക്കലുമില്ല. LDF ഭരണസമിതിയിൽ ഭരണത്തിലിരിക്കുന്ന പല വാർഡുകളും ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ചേച്ചി ഈ വാർഡിലെ അല്ലെങ്കിൽ ഈ ഒരു മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ആണല്ലോ. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അടുത്ത തവണ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണോ? തീർച്ചയായും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നുണ്ടോ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വാർഡിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജയദേവനാണ്. കൗൺസിലർ അല്ലേ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയുടെ പൊതുമരാമത്ത്. എങ്ങനെയുണ്ട് ഈ ഒരു വിജയം? വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂർ ഭാരതീയ ജനതാ പാർട്ടി വിജയം നേടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സാധ്യത ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുണ്ടോ? ഇത് ഈ ഒരു വാർഡിൽ മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും BJP 100% സാധ്യതകളെ ഉണർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടം അല്ലെങ്കിൽ 4 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഇവിടുത്തെ LDF ഭരണസമിതി മുൻപോട്ട് കൊണ്ടുവന്നത്. അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷ നിലയിൽ മുൻപോട്ട് വന്നത്. ഈ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വട്ടം ചില വാർഡുകൾ നിസ്സാര വോട്ടിന് BJP പല സ്ഥലങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രവർത്തന സംവിധാനങ്ങൾ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും BJP ജയിക്കണമെന്നാണ് ഈ നാട്ടിലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ജനങ്ങൾ ആഗ്രഹിച്ചത്. വളരെ ചെറിയൊരു മാർജിനിൽ BJP പരാജയപ്പെട്ടു പോയത് അന്ന് അവിടെ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ചില ചേരുവകൾ കൂട്ടിക്കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് BJP പിന്നോട്ട് വെച്ചത്. അത് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് മറികടക്കാൻ സാധിക്കും. കാരണം അത്രമേൽ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും ജനം തൂത്തെറിയാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഭൂരിപക്ഷത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു വാർഡിൽ. നിലവിൽ നമ്മുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അപ്പോൾ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? അല്ല, അതൊരു കാരണമല്ല. സ്വാഭാവികമായിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ ആ രീതിയിലാണ് കൈകാര്യം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന 7 മാസത്തേക്ക് മാത്രമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് കൈമൈ മറന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ ജോലി ചെയ്യുന്ന പലയിടങ്ങളിലാണ്. ഈ വാർഡിൽ തന്നെ ഏകദേശം 200-നടുത്തുള്ള ആളുകൾ പല നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും പോയി ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ അതിൽ നിലനിച്ചിട്ടുണ്ടാവാം. അത് മാത്രമാണ് ആ ഭൂരിപക്ഷത്തിന്റെ കുറവിലേക്ക് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാർഡ് വിഭജനം BJPയെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംവിധാനം വാർഡ് ഡീലിമിറ്റേഷൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഇതിന് മുൻപുള്ള കാലഘട്ടത്തിലും ഇത്തരം ഡീലിമിറ്റേഷൻ മറികടന്നുകൊണ്ട് തന്നെയാണ് BJP മുൻപോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കാര്യം BJPക്ക് പേടിയില്ല. വളരെ ആത്മവിശ്വാസത്തോടെ BJPയും BJPയുടെ സംഘടനാ പ്രവർത്തനവും കൗൺസിലർമാരും മുൻപോട്ട് വന്നു.